നമുക്കങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ തോന്നുന്നൊരു ഒരു ഇൻസിഡൻറ്റ് എന്താ വിചാരിച്ചാൽ, പേഷ്യൻ്റ് ഇസ് ഫ്രം ദുബായ്. അപ്പോൾ അവിടുന്ന് സിവിയർ ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് വന്ന പേഷ്യൻ്റാണ്. സോ അവിടെ കൺസൾട്ട് ചെയ്തു, അവിടുന്ന് MRI ഒക്കെ എടുത്തു, ഡിസ്പ്രൊലാപ്സ് ഉണ്ട്. അപ്പം അവിടുന്ന് മെഡിസിൻസ് ഒക്കെ കഴിച്ചു, കുറഞ്ഞിട്ടില്ല. ഇഞ്ചക്ഷനൊക്കെ എടുത്തു, എന്നിട്ടും കുറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് നമ്മൾക്കൊരു എൻക്വയറി ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വന്നു. പേഷ്യൻറ്റിന് വാസ് കംപ്ലീറ്റ്ലി ബെഡിൽ തന്നെ ആയിരുന്നു. എണീക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നിൽക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് പേഷ്യൻ്റ് വന്നത്. പൊതുവേ ആൾക്കാർ നാട്ടിൽ വരുമ്പോൾ പറയുമല്ലോ ഇങ്ങനെ, അതായത് എപ്പോഴും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, ഇവിടെ പോവാം അവിടെ പോവാം, അത് ചെയ്യാം. പക്ഷേ ഇതിൽ പേഷ്യൻ്റ് വാസ് വെരി കോൺഫിഡൻറ്റ്. നമുക്ക് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മോശമായിരുന്നെങ്കിലും പേഷ്യൻ്റ് വാസ് വെരി കോൺഫിഡൻറ്റ് വിത്ത് അസ്. ഹി വാസ് ഹിയർ ഫോർ 21 days. നമുക്ക് 22nd day ആണ് പേഷ്യൻ്റ് പോയത്. ആക്ച്വലി കേസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയത് എനിക്ക് പറയുന്നത് വെച്ചാൽ, നിസ്കരിച്ചിട്ട് ഒരു 4 മാസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം നേരത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. എങ്ങോട്ടോ പോകാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പെയിൻ വരേണ്ട ആഴ്ച നമ്മൾ ചിലപ്പോൾ പോകണ്ടെന്ന് പറയാമെന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ പേഷ്യൻ്റ് പോയി നിസ്കരിച്ചിട്ട് വന്നു. സോ വന്ന ഉടനെ കൈ തന്നു ഡോക്ടർ. ആക്ച്വലി അതാണ് നമുക്ക് ഓർമ്മ ഉണ്ടായത്. അപ്പോൾ എന്ത് സംഭവം ചോദിക്കുമ്പോൾ ഞാൻ നിസ്കരിച്ചു. ഒരു 4-5 മാസമായി നിസ്കരിച്ചിട്ട്. എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മുട്ടുകുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് പറ്റി. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ മുഖത്ത്, ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഹാപ്പിയായി. അത് നമുക്കൊരു ഭയങ്കര ഒരു ഓർമ്മ നിൽക്കുന്നൊരു എപ്പോഴും നിൽക്കുന്നൊരു മെമ്മറിയാണ് അതൊക്കെ.